നീയൊക്കെ മിണ്ടൂലറിയല്ലേ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ ഡാൻസ് കണ്ടിട്ട് ചേട്ടനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയാ പക്ഷെ ഇന്നലെ അവിടെ എന്റെ ഡാൻസ് കണ്ട എല്ലാവരും എന്നോട് പറഞ്ഞു സ്മിതേ അടിപൊളി ഡാൻസ് ആണ്, ഒന്നും പറയാനില്ലെന്ന്. അതല്ല ഞാനൊന്നും പറയാഞ്ഞത്. മനുഷ്യൻ നിങ്ങയില്ലേ അപ്പുറത്തെ വീട്ടിലെ ജോണിനെ മോളിനെ കണ്ടു പഠിക്കും. അതെന്ത് പുതിയ പാഠമാണ് പഠിക്കുന്നത്? എന്നോട് മോളി പറഞ്ഞതാണ്. അവൻ ജോലിക്ക് പോണതിന് മുമ്പേ ജോണി അവളെ കുമ്മ വെച്ചിട്ടാ പോണത്. അറിയാമോ എനിക്ക്? എനിക്കും താല്പര്യമുള്ള വിഷയമാണ്. എന്ത്? പക്ഷേ മോണി സമ്മതിക്കണ്ടേ? ചേട്ടക്ക് ബോറടിക്കല്ലേ ഇങ്ങനെ ചളി അടിച്ചിട്ട്? എങ്ങനെ പറ്റണതൊക്കെ? അത് വിട നീ ഇന്നത്തെ പരിപാടിക്ക് റോസമ്മ എന്താണ് നെറ്റിന്റെ സാധനമൊക്കെ ഇട്ടുണ്ടോന്ന് പറയണ്ടല്ലോ. നിങ്ങളും കണ്ടല്ലേ? എല്ലാരും കണ്ട. ചേട്ടാ അത് കണ്ടതിന് ശേഷം ഞാനും എന്റെ കൂട്ടുകാരും ഇന്ന് അത് തന്നെ പറിച്ചില്ലായിരുന്നു. എന്താണ് അവള് കാണിച്ചു വിട്ടത്? അവളും അവളുടെ അനിയത്തിയും പരിപാടിക്ക് ഇങ്ങനെ വന്ന അതിനേക്കാളും ഭേദമൊന്നും ഇടാണ്ട് വന്നാ പോരെ? അവിടെ വീട് ഒരു നെറ്റ് ഇട്ടിട്ടോ അതിനേക്കാളും ഭേദം ഇടാണ്ടിരുന്നാ പോരെ? നിങ്ങളും കണ്ടായിരുന്നല്ലേ? മിന്നായം പോലെ കണ്ടുള്ളൂ. മിന്നായം പോലെ ആണുങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട്. പ്രാവശ്യം ഞാനും കണ്ടു. അല്ല എന്നിട്ട് എല്ലാരും ശരിക്കും അറിഞ്ഞ എന്റെ കൂട്ടുകാരികളൊക്കെ അറിഞ്ഞ? പിന്നെ ഇല്ലേ? ഇല്ലട്ടാ, നിഷ അറിഞ്ഞിട്ടില്ല. നിഷ ഇന്നലെ വന്നില്ലായിരുന്നു. അവളോട് വിളിച്ച് പറയണേ. അത് പറയുന്നത് അത് മോശമല്ലേ അല്ലേ? പിന്നില്ലേ സമൂഹത്തിൽ ജീവിക്കണെങ്കിലാണ് ട്രസ്റ്റിംഗ് ഒക്കെ ഈ പറഞ്ഞോട്ട്. ഹലോ മറ്റേ ഞാനൊന്ന് ഫോൺ എനിക്ക് അവിടെ അപ്പൊ അത് ചിലപ്പോ അവക്കടെ ഈ വേഷം കെട്ടുകാരനായി കൂടി ആ പാവം അവിടെ കെട്ടിയാൽ കുടിച്ചു മറിഞ്ഞ് നടക്കണത്. പിന്നല്ലാണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഞാൻ അത് ശരിയുള്ളത് തൈലും ഫാഷനൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെ ഇരിക്കും. അറിയാം എന്തായാലും കൂടുതലായിട്ട് നമുക്ക് വേണ്ടട്ടാ സീം ഇട്ടേക്കത് നമുക്ക് പറ്റൂല. ഞാൻ സാബുവിനോട് വിളിച്ചും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. അവനാകുമ്പോ ഇത് കുറച്ചുകൂടിയൊക്കെ രസമായിട്ട് സംസാരിക്കാൻ പറ്റിയ ടീമാണ്. സാബു അതേടാ ഞാനാണ്. എടാ നീ എന്റെ കയ്യിലിരിക്കണ കുന്തം കണ്ട നിന്നെപ്പോലുള്ള വിഷജാതികൾക്കുള്ളതാണ്ടാ പറഞ്ഞേക്കാം. എടാ നീയും നിന്റെ കെട്ടിയോളും കൂടി എന്ത് കുറ്റം പറിച്ചിലാണോ? എടാ നീ ഒന്നും ഓർത്തു, നീ മറ്റുള്ളവരുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോ ബാക്കിയുള്ള 9 വിരലും നിനക്കെതിരെ ചൂണ്ടപ്പെടും. നീ അത് ഓർത്തു. പോടാ പോയി മര്യാദക്ക് ജീവിക്കടാ. ഞങ്ങൾ രണ്ടുപേരും കൂടി മൊബൈൽ കൊണ്ട് പിടിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.